പ്രതിപക്ഷ നേതാവ് എന്ന രീതിയിൽ ശോഭിക്കാൻ യാതൊരു സാധ്യതയും ഞാനിപ്പോൾ കാണുന്നില്ല. അതിന് വേണ്ട ചടുലതയില്ല, അതിന് വേണ്ട ഒരു ശാരീരികമായ ക്ഷമത ഉണ്ടാവില്ല. നിയമസഭയ്ക്കകത്ത് കൊടുങ്കാറ്റാകാനുള്ള ഒരു പ്രഭാഷണ ശൈലി അദ്ദേഹത്തിനില്ല. ശ്രീ പിണറായി വിജയനും MV ഗോവിന്ദനും ചേർന്ന് ഭരണത്തിലിരുന്നപ്പോൾ ഉണ്ടായ ഒരു ശൈലി, ഗവൺമെൻറ് ആൻഡ് പാർട്ടി അതൊന്നായി പോയി ഗവൺമെൻറ് നയിക്കുന്ന ഒരു പാർട്ടിയായി മാറി. അല്ലാതെ പാർട്ടി നയിക്കുന്ന ഗവൺമെൻറ് എന്ന കമ്മ്യൂണിസ്റ്റ് രീതിയിൽ നിന്നും ഗവൺമെൻറ് നയിക്കുന്ന, ഗവൺമെൻറ്റിൻ്റെ തലപ്പത്തുള്ള മുഖ്യമന്ത്രി നയിക്കുന്ന ഒരു പാർട്ടി എന്ന നിലയിലേക്കുള്ള ഒരു മാറ്റം. ഡോക്ടർ മോഹൻ വർഗീസ് സാറ്, പ്രതിപക്ഷ നേതാവായി പിണറായി വിജയൻ എത്തുന്നതിനെ സംബന്ധിച്ചാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ശരിക്കും ഈ പ്രതിപക്ഷ നേതാവ് എന്നത് മറ്റു സംസ്ഥാനങ്ങളിലെ പോലെ സഭയിലെ എതിർ ശബ്ദം മാത്രമല്ലല്ലോ. സഭയ്ക്ക് പോകും വഴിയോരത്ത് എന്തെങ്കിലും പ്രശ്നം നടക്കുന്നുണ്ട് എങ്കിൽ അതിലേക്ക് കൂടി ശ്രദ്ധ വരേണ്ട ആളാണ് ഈ പ്രതിപക്ഷ നേതാവ്. നിയമസഭ എപ്പോൾ തീർന്നാലും പുറത്ത് എന്തൊരു ജനകീയ പ്രശ്നം നടന്നാലും അവിടെ കാണേണ്ട മുഖം. CPM-ന് ഇനി വർഗ ബഹുജന സംഘടനകളുടെ സമരകാലമാണ് വരാൻ പോകുന്നത്. അവിടെയൊക്കെ പ്രതിപക്ഷ നേതാവ് നേരിട്ടെത്തണം. ഒരു ദിവസം പലവട്ടം പല വിഷയങ്ങളിൽ പ്രതികരിക്കേണ്ടി വരും. ഒരുപക്ഷെ മുൻകൂട്ടിയുള്ള ചട്ടപ്പടിയുള്ള പരിപാടികളൊന്നും നടന്നു എന്ന് വരില്ല. എപ്പോഴും വേഗത്തിൽ ചലിക്കുന്ന ആളാകണം. ഇന്ന് കാസർഗോഡാണെങ്കിൽ ചിലപ്പോൾ അന്ന് വൈകിട്ട് തന്നെ തിരുവനന്തപുരത്ത് എത്തേണ്ടി വരും. അങ്ങനെ മാറി മാറി പെരുമാറുന്ന ഒരു നേതാവിൽ നിന്നാണ് ഒരു പ്രതിപക്ഷ നേതാവ് ജനിക്കുക. പാർട്ടിയുടെയോ മുന്നണിയുടെയോ മുഖമല്ല. പൊതുജനങ്ങൾക്ക് 5 കൊല്ലം കഴിഞ്ഞ് മനസ്സിൽ വെക്കാൻ കഴിയുന്ന ഒരു ആളായിരിക്കണം യഥാർത്ഥത്തിൽ പ്രതിപക്ഷ നേതാവ്. ചുരുക്കി പറഞ്ഞാൽ ഊർജ്ജസ്വലനായിരിക്കണം. അങ്ങനെയുള്ള ഒരാളാണ് പ്രതിപക്ഷ നേതാവായിട്ട് വരേണ്ടത്. ഇവിടെ പിണറായിക്ക് അതിന് കഴിയുമോ? എന്തുകൊണ്ടാണ് പിണറായിയെ തന്നെ പ്രതിപക്ഷ നേതാവാക്കിയത്? CPM-ൽ നേതൃദാരിദ്ര്യമുണ്ടോ? ചടുലതയായിരിക്കണം ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ മുഖമുദ്ര. ചടുലതയിലൂടെ, ദ്രുതഗതിയിലുള്ള നീക്കങ്ങളിലൂടെ, ഷാർപ്പ് വിറ്റിലൂടെ കേരളത്തിൻ്റെ ഇമാജിനേഷൻ, കേരളത്തിൻ്റെ പിന്തുണ, ജെൻസിയുടെ കൂടെ പിന്തുണ പിടിച്ചുപറ്റിയ ഒരു പ്രതിപക്ഷ നേതാവായിരുന്നു ശ്രീ VD സതീശൻ. മുഖ്യമന്ത്രി കസേരയിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ പ്രയാണം സുഗമമാക്കിയത് പ്രതിപക്ഷ നേതാവ് എന്ന രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ ഒന്നാന്തരം ട്രാക്ക് റെക്കോർഡാണ്. ഒരു വിഷയം ഏറ്റെടുക്കാനുള്ള കപ്പാസിറ്റി, ആ വിഷയം നീറ് പോലെ ഉടുമ്പ് പോലെ പിടിച്ചു കിടന്ന് ആ വിഷയം ഒരു പ്രത്യേക രീതിയിൽ കൊണ്ടെത്തിച്ച് തനിക്കും തൻ്റെ മുന്നണിക്കും തൻ്റെ കക്ഷിക്കും പ്രയോജനകരമാകുന്ന ഒരു പൊളിറ്റിക്കൽ ഔട്ട്കം ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു കഴിവ്, ജനങ്ങളെ ഒരു വിഷയത്തെ പറഞ്ഞ് ബോധിപ്പിക്കുക, ശബരിമല കൊള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇത് പറഞ്ഞ് ഫലിപ്പിക്കുക. അവിടെയാണ് ചടുലത, നാക്കിൻ്റെ ഒരു വഴക്കം, ശരീരത്തിൻ്റെ ഒരു വേഗം, ശരീരചലനങ്ങളുടെ ഒരു ദ്രുതഗതി, മാധ്യമങ്ങളെ കൈകാര്യം ചെയ്യാനുള്ള ഒരു മിടുക്ക്. അതാണ് ഇപ്പോൾ സൂചിപ്പിച്ചത്, ഇൻട്രോയിൽ സൂചിപ്പിച്ചതുപോലെ. ഒരു ദിവസം തന്നെ ഓടി നിൽക്കണം DYFIയുടെയും SFIയുടെയും CPM-ൻ്റെയും പല 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 പോഷക സംഘടനകളുടെയും മീറ്റിങ്ങുകളിൽ ഒരേ ദിവസം തന്നെ പല സ്ഥലങ്ങളിലായി ഒരുപക്ഷെ പ്രതിപക്ഷ നേതാവ് ശ്രീ പിണറായി വിജയന് പങ്കെടുക്കേണ്ടി വന്നേക്കാം. അതിനുള്ള ഒരു ശാരീരിക ക്ഷമതയുണ്ടോ? അതിനുള്ളൊരു മാനസിക അവസ്ഥയിലാവുമോ? ഈ നേരത്തെ ഞാൻ പറഞ്ഞ ചടുലത ഉണ്ടാവുമോ? ഇതെല്ലാമാണ് ചോദ്യം. ഞാനത്ര ശുഭാപ്തി വിശ്വാസി അല്ല. ആള് ഗംഭീരനാണ്, നല്ല ഭരണകർത്താവായിരുന്നു എന്ന് പലരും പറയുന്നു. ചില കാര്യങ്ങളിലൊക്കെ അത് ശരിയുമാണ്. അദ്ദേഹം മുൻപ് വിദ്യുച്ഛക്തി മന്ത്രിയായിരുന്നു, മുഖ്യമന്ത്രിയായി 2 ഊഴം ഇരുന്നതാണ്. ഒരു ഭരണകർത്താവ് എന്ന നിലയിൽ തൻ്റെ ഓഫീസ് ചിട്ടപ്പെടുത്തി, ഒരു പട്ടാളച്ചിട്ടയായിരുന്നു. ഓഫീസിലെങ്ങും ഒരു ഈച്ചയ്ക്ക് പോലും അടുക്കാനും ആവില്ല. പൊതുജനങ്ങൾക്ക് കയറി ഇറങ്ങി നിരങ്ങാനാവുന്നൊരു സ്ഥലമല്ലായിരുന്നു സെക്രട്ടേറിയറ്റ്. അതൊക്കെ മാറിയിരിക്കുന്നു. ഇപ്പോൾ VD സതീശൻ്റെ മുഖ്യമന്ത്രിയായി വന്നപ്പോൾ സെക്രട്ടേറിയറ്റിൻ്റെ വാതിലുകൾ, സമര ഗേറ്റ് ഉൾപ്പെടെ മലർക്ക തുറന്നിടുകയും ആർക്കും കയറി വരികയും അവിടെ ഒരു ഉത്സവ അന്തരീക്ഷമായി മാറിയിരിക്കുന്നു. പണ്ട് ഉമ്മൻചാണ്ടിയുടെ കാലത്തുണ്ടായിരുന്ന പോലെ, ഭാഗികമായിട്ടെങ്കിലും ശ്രീ VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്തുണ്ടായിരുന്ന പോലെ അവിടെ ആളനക്കം, പൊതുജനങ്ങൾക്ക് കടന്നു വരാവുന്നൊരു ഇടമായി സെക്രട്ടേറിയറ്റ് മാറിയിരിക്കുന്നു. അപ്പോൾ ആ ഒരു ശൈലി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ പിണറായി വിജയൻ പാലിച്ച ഒരു ശൈലി, കർശനമായ അച്ചടക്കത്തിൻ്റെ, തനിക്ക് ചുറ്റും ജനക്കൂട്ടം ഉണ്ടാകാതെ ഇരിക്കേണ്ടതിൻ്റെ, അംഗരക്ഷകരുടെ സഹായത്തോടു കൂടി മാത്രം കടന്നു പോകുന്ന ഒരു മാടമ്പി, അല്ലെങ്കിൽ ഒരു മേലധികാരി, അല്ലെങ്കിൽ ഒരു രാജസമാനമായ നീക്കങ്ങൾ, ഇതല്ല പ്രതിപക്ഷ നേതാവിന് വേണ്ടത്. മുഖ്യമന്ത്രിയിൽ നിന്നും പ്രതിപക്ഷ നേതാവിലേക്കുള്ള പകർനാട്ടത്തിൽ ശ്രീ പിണറായി വിജയൻ എന്ന മുൻ മുഖ്യമന്ത്രിക്ക് ഇതെല്ലാം സാധിക്കുമോ? VD സതീശനാണ് അദ്ദേഹത്തിന് മുന്നിലെ പാഠപുസ്തകം. അതുപോലെയാകാനാവില്ല.
ശരീരഭാഷ വി.ഡി. സതീശനെ പോലെയാകാനാവില്ല, സംസാരം വി.ഡി. സതീശനെ പോലെയാകാനാവില്ല. പിണറായി വിജയനാകാനേ കഴിയൂ. പക്ഷെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ്റെ ശരീരചലനങ്ങളോ വാഗ്ധോരണികളോ കടക്കുപുറത്ത് എന്ന പ്രയോഗങ്ങളോ അല്ലെങ്കിൽ ചില മറ്റ് പ്രയോഗങ്ങളുണ്ടല്ലോ, ഡാഷ് ചേർത്ത ചില പ്രയോഗങ്ങളുണ്ടല്ലോ, ഇതൊക്കെ ഒരു ഭരണാധികാരിക്കും ചേരില്ല, പ്രതിപക്ഷ നേതാവിന് ഒട്ടും ചേരില്ല. വിമർശനങ്ങളിൽ മാന്യത പുലർത്തേണ്ടതുണ്ട്. എന്നാൽ കടുകിട വിട്ടുവീഴ്ച ചെയ്യാതെ വിമർശനങ്ങളുടെ കൂരമ്പുകൾ ശ്രീ വി.ഡി. സതീശനെതിരെ ഉയർത്താൻ ശ്രീ പിണറായി വിജയന് കഴിയുമോ? അതോ സ്വന്തം പാർട്ടിയിൽ നിന്ന് തന്നെ ഉയരുന്ന ആരോപണങ്ങൾ, അപസ്വരങ്ങൾ, എതിർപ്പുകൾ ഇതെല്ലാം ഒന്ന് സിന്തസൈസ് ചെയ്ത് പിന്നെ എങ്ങനെയാണ് അലക്കൊഴിഞ്ഞ് പെണ്ണ് കെട്ടാൻ സമയം കിട്ടുന്നില്ല എന്ന് പറയുന്നത് പോലെ ഇത് അലക്കല്ല, എടുത്തിട്ട് അലക്കുകയല്ലേ. ജില്ലാ കമ്മിറ്റികൾ, ജില്ലാ സെക്രട്ടേറിയറ്റ്, ഏരിയ കമ്മിറ്റികൾ, പ്രാദേശികമായ ഘടകങ്ങൾ, ഇവിടെ എല്ലാം തന്നെ അതിശക്തമായ വിമർശനങ്ങൾ ഉണ്ടാകുന്നു. മുഖ്യമന്ത്രിയായ സമയത്ത് ശ്രീ പിണറായി വിജയൻ എന്ന വ്യക്തിയുടെ ശൈലി, ശ്രീ എം.വി. ഗോവിന്ദൻ എന്ന പാർട്ടി സെക്രട്ടറിയുടെ ശൈലി അതികഠിനമായി പാർട്ടി വേദികളിൽ വിമർശിക്കപ്പെടുന്നു. വളരെ സന്തോഷം തോന്നി. CPM അങ്ങനെയാണ് ആവേണ്ടത്. സ്വയം വിമർശനത്തിലൂടെ പുതുക്കപ്പെടേണ്ട ഒരു സംവിധാനമാണ് കമ്മ്യൂണിസം. ഒരു ഒറിജിനൽ കമ്മ്യൂണിസ്റ്റ് രീതി എന്ന് പറയുന്നത് ഡെമോക്രാറ്റിക് സെൻട്രലിസം. താഴെത്തട്ടിലുള്ള ഘടകങ്ങൾ അതിശക്തമായി വിമർശിക്കും. വിമർശനത്തിലൂടെയാണ് സ്ഫുടം ചെയ്തെടുക്കേണ്ടത്. മേൽഘടകങ്ങളുടെ തീരുമാനങ്ങൾ കീഴ്ഘടകത്തിൽ വരുമ്പോൾ അത് അംഗീകരിക്കണം. അതിനുശേഷം വിമർശിക്കാനുള്ള അവകാശമുണ്ട്. വിമർശനത്തിലൂടെ തെറ്റ് തിരുത്തിയാണ് ഇത് പോകേണ്ടത്. അതാണ് പാർട്ടി രീതിയാണ് ഡെമോക്രാറ്റിക് സെൻട്രലിസം. ഇതൊക്കെ ഉൾപാർട്ടി ജനാധിപത്യം CPM-ൽ അവസാനിച്ചു. മാടമ്പി സംസ്കാരം, ഒരു മേലാള സംസ്കാരം, കണ്ണൂർ ലോബിയുടെ ഒരു പിടിമുറുക്കം, അതിൻ്റെ തലപ്പത്ത് തന്നെ ശ്രീ പിണറായി വിജയൻ എന്ന വ്യക്തി, കോടിയേരി ബാലകൃഷ്ണൻ ഉണ്ടായിരുന്നപ്പോൾ സാമാന്യം ഒരു സ്റ്റെബിലൈസിങ് ഫാക്ടറായിരുന്നു. പക്ഷേ കോടിയേരിക്ക് ശേഷം ശ്രീ എം.വി. ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറിയായി വന്നപ്പോൾ ഉണ്ടായ ഒരു അപജയം, അതൊരു ക്ലൗണിഷ് ഇമേജാണ്. പലരും എം.വി. ഗോവിന്ദൻ്റെ വാർത്താ സമ്മേളനങ്ങളെ കാണുന്നത് ഗൗരവമായിട്ടല്ല. അദ്ദേഹം ചക്കെന്ന് പറയുമ്പോൾ കൊക്കെന്നാണ് കേൾക്കുന്നത് അല്ലെങ്കിൽ പറയുന്നത്. ആ രീതിയിലുള്ള മാറ്റങ്ങൾ. അപ്പോൾ എന്തെല്ലാം രീതിയിലുള്ള, ഇപ്പം അദ്ദേഹം പറയുന്നത് ആളുകൾക്ക് മനസ്സിലാകുന്നില്ല എന്ന് സരസമായി ഒരു ഏരിയ കമ്മിറ്റിയിൽ ഒരു അംഗം ചൂണ്ടിക്കാണിച്ചത് ഒരു സിനിമാ ഗാനമുണ്ടല്ലോ, എഴുതിയ ആളിനോ അത് കേൾക്കുന്നവർക്കോ സംഗീത സംവിധാനം ചെയ്തവർക്കോ ഒന്നും മനസ്സിലാക്കാത്ത ചാം ചക്ക ചൂം ചക്ക എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. ആ പാട്ട് പാടുന്നത് പോലെയാണ് എം.വി. ഗോവിന്ദൻ്റെ വാർത്താ സമ്മേളനങ്ങളെന്ന് വരെ പറഞ്ഞു വെച്ചു. അപ്പോൾ ഈ ശൈലി ശ്രീ പിണറായി വിജയനും എം.വി. ഗോവിന്ദനും ചേർന്ന് ഭരണത്തിലിരുന്നപ്പോൾ ഉണ്ടായ ഒരു ശൈലി, ഗവൺമെൻറ് ആൻഡ് പാർട്ടി അതൊന്നായി പോയി ഗവൺമെൻറ് നയിക്കുന്ന ഒരു പാർട്ടിയായി മാറി. അല്ലാതെ പാർട്ടി നയിക്കുന്ന ഗവൺമെൻറ് എന്ന കമ്മ്യൂണിസ്റ്റ് രീതിയിൽ നിന്നും ഗവൺമെൻറ് നയിക്കുന്ന, ഗവൺമെൻറ്റിൻ്റെ തലപ്പത്തുള്ള മുഖ്യമന്ത്രി നയിക്കുന്ന ഒരു പാർട്ടി എന്ന നിലയിലേക്കുള്ള ഒരു മാറ്റം. അതിൽ നിന്നും പാർട്ടിക്ക് റിട്രീവ് ചെയ്യണം. പാർട്ടിയുടെ ഒരു ഐഡൻറ്റിറ്റി, അന്തസത്ത ഒന്ന് തിരിച്ചു പിടിക്കാനുള്ള ഒരു ശ്രമം. ആ ശ്രമത്തിൽ ശ്രീ പിണറായി വിജയൻ എന്ന പ്രതിപക്ഷ നേതാവിന് ചില വീഴ്ചകൾ ഉണ്ടാകും, ചില തിരുത്തലുകൾക്ക് വിധേയപ്പെടേണ്ടി വരും. അല്ല എങ്കിൽ അദ്ദേഹം പുറത്തേക്കുള്ള വഴിയിലാണ്. അതുകൊണ്ട് തൻ്റെ തന്നെ കസേര 100% ഉറപ്പില്ലാത്ത ഒരു സാഹചര്യത്തിൽ എത്രത്തോളം ഗംഭീരനായ പ്രതിപക്ഷ നേതാവാകും? സ്വയം ചെയ്തികൾ, മുൻപ് 10 വർഷം താൻ ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ ഡിഫെൻഡ് ചെയ്യേണ്ട ഗതികേടിൽ കൂടിയാകുമല്ലോ. ഇതൊന്നും ഡിഫെൻഡ് ചെയ്തിട്ട് വേണമല്ലോ പുതിയ ഗവൺമെൻറ്റിൻ്റെ ചെയ്തികളെ വിമർശിക്കാൻ. അതുകൊണ്ട് അദ്ദേഹം അത് മാത്രമല്ല, അദ്ദേഹം അടുത്ത 5 വർഷത്തിന് ശേഷം പ്രതിപക്ഷ നേതാവായി ഇരിക്കുന്ന ആളാണ്. ഷാഡോ ക്യാബിനറ്റിൻ്റെ മുഖ്യമന്ത്രി അദ്ദേഹമാണ് അടുത്ത മുഖ്യമന്ത്രിയായി വരേണ്ടത്. സ്വാഭാവികമായി അതിനുള്ള ബാല്യമൊന്നും ശ്രീ പിണറായി വിജയൻ ഇല്ലാത്തത് കൊണ്ട് എന്തർത്ഥത്തിലാണ് CPM പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവാക്കിയതെന്ന് എത്ര ആലോചിച്ചിട്ടും എനിക്ക് ഉത്തരം കിട്ടുന്നില്ല. ഞാൻ തന്നെ മുൻകൂട്ടി പറഞ്ഞു അദ്ദേഹമായിരിക്കാൻ സാധ്യത കുറവ്. മറ്റൊരു പങ്ക്തിയിൽ ഞാൻ ഇതേ കാര്യം പറഞ്ഞത് ഓർക്കുന്നുണ്ട്. ഒരുപക്ഷെ KN ബാലഗോപാലോ മറ്റൊരു ആളോ ആയിരിക്കും. ഒരു തലമുറ മാറ്റമുണ്ടാകും. ഒരുപക്ഷെ CPM-ന് ആരോഗ്യപരമാവുന്നത് അതാവും എന്ന് പൊതുവേ ഒരു നിഗമനമുണ്ട്. അത് നിരീക്ഷകരും ആ രീതിയിൽ തന്നെയാണ്, ഞാൻ ഉൾപ്പെടെയുള്ള ആളുകളും ആ രീതിയിൽ തന്നെയാണ് ആർട്ടിക്കുലേറ്റ് ചെയ്തിരുന്നത്. പക്ഷേ പാർട്ടിക്ക് പാർട്ടിയുടേതായ രീതികളുണ്ട്. ആ രീതികൾ തങ്ങൾ മാറാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് പറയുന്നതെങ്കിൽ എന്ത് ചെയ്യാൻ സാധിക്കും? അതുകൊണ്ട് മൈ ടേക്ക് ഇസ് ദിസ്: Mr. Pinarayi Vijayan may have been a chief minister who captured imagination of a lot of people, who invited a lot of criticisms also. പക്ഷേ അതൊരു സമനിലയിൽ ഞാൻ കാണുന്നു. പക്ഷേ പ്രതിപക്ഷ നേതാവ് എന്ന രീതിയിൽ ശോഭിക്കാൻ യാതൊരു സാധ്യതയും ഞാനിപ്പോൾ കാണുന്നില്ല. അതിന് വേണ്ട ചടുലതയില്ല,
അതിന് വേണ്ട ഒരു ശാരീരികമായ ക്ഷമത ഉണ്ടാവില്ല. നിയമസഭയ്ക്കകത്ത് കൊടുങ്കാറ്റാകാനുള്ള ഒരു പ്രഭാഷണ ശൈലി അദ്ദേഹത്തിനില്ല. ഒരു ഇറങ്ങിപ്പോക്കൊക്കെ നടത്തുമ്പോൾ പോലും ചടുലതയോടെ നടക്കാൻ പോലും വയ്യാത്ത ഒരു വ്യക്തിക്ക് എങ്ങനെ പ്രതിപക്ഷ നേതാവാകും? ഓടി നിൽക്കാൻ പറ്റാതെ മുടന്തി നീങ്ങുന്ന ഒരു പ്രതിപക്ഷ നേതാവിനെ അല്ല നമുക്ക് ആവശ്യം. ശക്തനായ മുഖ്യമന്ത്രിയെയും ശക്തനായ പ്രതിപക്ഷ നേതാവിനെയും തന്നെയാണ് നമ്മുടെ ആവശ്യം.